ഇന്നലെ നമ്മുടെ ഇംഗ്ലീഷ് സംസാര ഒരു എന്താ പറയുക ഒരു ചാനലിന് കൊടുത്ത സംസാരം, അത് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ അത് ഫ്ലുവൻ്റ് ആയില്ല, അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്ത് മിസ്റ്റേക്കുകളുണ്ട്, അല്ലെങ്കിൽ അത് സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തവൻ ഇത്രയും ഡിഗ്രി എങ്ങനെ മേടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇത് പോസ്റ്റും ട്രോളുകളും ഒക്കെ കണ്ടതിൻ്റെ പുറത്ത് ഒരു ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. ഈ പറയുന്ന ഈ ട്രോളുന്നവന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഈ റഹീം ഇംഗ്ലീഷ് സംസാരിച്ചതിനകത്തെ പോരായ്മയെക്കുറിച്ച് പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ കമൻ്റ് ഇടുന്ന എത്ര പേർക്ക്, അതിനകത്ത് ഒരുമിക്ക പേർക്കും ഇംഗ്ലീഷ് മര്യാദക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ കുറേയധികം ആൾക്കാരുണ്ട്, അവർക്ക് ഇംഗ്ലീഷ് വായിക്കാനും അറിയാൻ പാടില്ല, ഇംഗ്ലീഷ് പറയാനും അറിയാൻ പാടില്ല. എന്നാലും പക്ഷേ റഹീമിൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ച് 2 വാക്ക് കുറ്റം പറയാൻ കമൻ്റ് ഇട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാനൊരു അനുഭവം പറയാം. കാരണം നമ്മുടെ മലയാളിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ലാംഗ്വേജ് ഈസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആശയവിനിമയം. ആശയവിനിമയത്തിൽ ഞാൻ പറയുന്ന കാര്യം നിനക്കും, നീ പറയുന്ന കാര്യം എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചാൽ അതൊരു ബെസ്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനകത്ത് ഏത് ലാംഗ്വേജിലൂടെ ആണെങ്കിലും നമ്മൾ പറയുന്ന കാര്യം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിനെയാണ് ആ ലാംഗ്വേജിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകില്ല. ഇപ്പം ഫ്ലുവൻ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരും ഉണ്ട്, എന്താ പറയുക നോർമൽ നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരും ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ ഈ പറയുന്ന ഇംഗ്ലീഷിൽ പ്രാവീണ്യം നേടിയവരുണ്ട്, നേടാത്തവരുണ്ട്. എന്നാൽ അത്യാവശ്യം വർക്കിംഗ് നോളജ് ഇൻ ഇംഗ്ലീഷ്, അതായത് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത്, അതായത് 2007 ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് ഒരു വാക്ക് പോലും പ്രോപ്പറായിട്ട് പറയാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷൻ വെച്ച് നമ്മൾ ഇൻ്റർവ്യൂ പോയി. ഇൻ്റർവ്യൂവിൽ നമ്മൾ ഓൾറെഡി നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും, അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നമുക്കതിന് മറുപടി പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ ഏത് രീതിയിൽ ഇംഗ്ലീഷിൽ മറുപടി പറയണമെന്നുള്ളത് ഓൾറെഡി പ്രിപ്പയർ ആയി പോയതുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ പാസ്സായി, നമുക്ക് സെലക്ഷനും കിട്ടി. ഞങ്ങൾ 5 പേര് അടങ്ങുന്ന സംഘം ആണ് ദുബായിക്ക് പോയത്. അപ്പോൾ അവിടെ എനിക്ക് ബാങ്കിൽ തന്നെയായിരുന്നു ജോലി. അപ്പോൾ ബാങ്കിൽ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ റിലേഷൻഷിപ്പിൽ ആയിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ട് പല കസ്റ്റമേഴ്സിനെയും കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അന്ന് ഇംഗ്ലീഷ് ഒട്ടും വശമില്ലാത്തൊരു സമയത്താണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ഐ കമ്മിങ് യു ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷ് കട്ടിങ് വേർഡ്സ് മാത്രം അറിയാവുന്ന സമയത്ത് ആണ് ഞാൻ ദുബായിൽ പോയത്. പക്ഷേ ദൈവാനുസരിച്ച് നമ്മൾ ദുബായിൽ പോയി കഴിഞ്ഞപ്പോൾ പല രാജ്യക്കാരുമായിട്ട് സംസാരിക്കുകയും അവരുടെ നിന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ മേടിക്കുകയും അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. എൻ്റെ ഇംഗ്ലീഷ് അത്രയും ഒട്ടും മോശമായ ഒട്ടും ഫ്ലുവൻ്റ് അല്ല, വളരെ മോശമായ രീതിയിലായുള്ള ഇംഗ്ലീഷ് ആയിരുന്നിട്ടും അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ പഠിച്ചത് അവിടെ വെച്ചിട്ടാണ്. കാരണം നമ്മുടെ കേരളത്തിൽ എന്താണ് ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു മലയാളിനോടാണ് നമ്മളത് സംസാരിക്കുന്നതെങ്കിൽ ആ മലയാളി അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി അവൻ എന്ത് ചെയ്യും? ചിരിക്കും. അവൻ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, സംസാരിക്കാം, പക്ഷേ അവൻ ആ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ തന്നെ ചിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞ് ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫുൾ കോൺഫിഡൻസ് ലെവല് പോവും. അപ്പം കോൺഫിഡൻസ് ലെവല് താഴ്ന്നു പോവും. അപ്പോൾ ഈ നമ്മുടെ അതേസമയം ഞാൻ പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പുറത്തെ രാജ്യത്ത് ഇപ്പം ദുബായ് ആണ് എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളൊരു രാജ്യം. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ രാജ്യക്കാരും ഉണ്ട്. അതായത് ഈജിപ്ഷ്യൻ, റഷ്യൻ, എത്യോപ്യൻ, പലസ്തീനിയൻ, മറ്റേ ജർമ്മനി, അറബി മെയിനായിട്ട് അവിടുത്തെ ആൾക്കാരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ
നമുക്ക് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പോലെയല്ല. അവിടെ നമ്മൾ ഏത് രാജ്യക്കാരോട് സംസാരിച്ചാലും അവർക്ക് ആ ഇംഗ്ലീഷ് മനസ്സിലായാൽ മതി. ഞാൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ പറയുന്ന ആ ഒരു കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലായാൽ മതി. ഞാനൊരു പറയുന്നതിനകത്ത് തെറ്റ് കേട്ടിട്ട് അവർ ചിരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക അവരതിനെ കളിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, എനിക്ക് കോൺഫിഡൻസ് ലെവലോട് എനിക്കൊരു എന്താ പറയുക ഒരു സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടി. ആ ധൈര്യത്തിൻ്റെ പുറത്ത് പതുക്കെ സംസാരിച്ച് വരുമ്പോൾ അവരതിൻ്റെ മറുപടി തരുമ്പോൾ നമുക്കത് കേട്ട് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ഭാഗത്ത് ചില ചെറിയ കറക്ഷൻസ് വന്നിട്ട് സ്പീക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പതുക്കെ എന്താ പറയുക നന്നാക്കി എടുക്കാൻ പറ്റും. അതാണ് അവിടുത്തെ ഗുണം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ 110 തെറ്റുണ്ടെങ്കിൽ ആ 110 തെറ്റും എണ്ണിയെടുത്ത് കളിയാക്കാനുള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. കേരളത്തിലെ ആൾക്കാരുടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗുണം അതാണ്. പക്ഷെ അന്യരാജ്യത്തുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫോറിൻ ലേഡി അല്ലെങ്കിൽ ഫോറിൻ മെൻ നമ്മളിവിടെ ഫോട്ടോ വെച്ച് ഭാഗത്ത് വെച്ചിട്ട് നമ്മളോട് വഴി ചോദിക്കുകയാണ്. ഓക്കെ, നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ പറയുന്ന ആ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ മുറി ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ അവരോട് വഴി പറയുമ്പം അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അവരപ്പം തന്നെ പറയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവർ പോകും. നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് ഞാൻ പറയുന്ന ലെവലിലേക്ക് അത്രയും ഫ്ലുവൻ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ അത്രയും എന്താ പറയുക ഞാൻ ആ ഒരു ലെവലിൽ പ്രാവീണ്യം നേടിയ ആളല്ല എങ്കിലും ഞാൻ എന്താണോ അയാളോട് ചോദിച്ചത് അയാൾ എനിക്കത് പറഞ്ഞു തന്നു, അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എങ്കിൽ അയാൾ അത് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അയാൾ താങ്ക് യു പറഞ്ഞു പോകും. മറിച്ച് എന്താ പറയുക ഒരു മലയാളിയോട് നമ്മൾ ഈ പറയുന്ന മലയാളിയുടെ ഒരു കോമൺ ആയിട്ടുള്ള സ്വഭാവം അതാണ്. ഇപ്പോൾ റഹീം എന്ന് പറയുന്ന വ്യക്തി പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണോ പുള്ളി അത് പറഞ്ഞു. അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇൻ്റർനാഷണൽ ലെവലിൽ സംസാരിക്കേണ്ട വിഷയങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ ചാനലിലോ പോയിരുന്ന് സംസാരിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ പുള്ളി ആ ഒരു ഇഷ്യൂ ട്രോള് അല്ലെങ്കിൽ അതിൻ്റെ കളിയാക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ലാംഗ്വേജിന് അതിൻ്റേതായ പരിമിതിയുണ്ട്, ആ പരിമിതി ഞാൻ പരിഹരിക്കും എന്ന് പുള്ളി പറഞ്ഞു. അതായത് പുള്ളിയുടെ ഇംഗ്ലീഷിന് പ്രശ്നമുണ്ട് എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ആ ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്യാൻ പുള്ളി ശ്രമിക്കും, അത് കറക്റ്റാക്കാൻ ശ്രമിക്കുമെന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ ഒരു വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ നമ്മൾ ഏതിനെയും വിമർശിക്കുകയും ട്രോളുകയും ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഈ പറയുന്ന ഡിഗ്രികൾ എടുത്തിട്ടുണ്ട് പുള്ളി, BA ചെയ്തു, ഇത് ചെയ്തു, LLB എടുത്തു, എന്നിട്ടും പുള്ളിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഈ പറയുന്ന എക്സാം എല്ലാം പഠിച്ചെഴുതുന്നത് ഈ പറയുന്നത് ബുക്കിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അതേപടി തന്നെ എഴുതി വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ എക്സാം ഒന്നും അപ്പിയർ ചെയ്യുന്നത് വോക്കലി അല്ല, വെർബലി നമ്മൾ സംസാരിച്ചിട്ടല്ല അതിൻ്റെ ആൻസർ ചെയ്യുന്നത്, നമ്മൾ എഴുതിയാണ് നമ്മൾ ഉത്തരം വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരിക്കുന്ന അത് എന്താണോ എന്നുള്ളത് അതേപടി തന്നെ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് പകർത്തി വെക്കുന്ന ഒരു സംരംഭമാണ് ഈ എക്സാംസൊക്കെ. അപ്പോൾ അങ്ങനെ എക്സാം പാസ്സായി LLB എടുത്താലും എന്തെടുത്താലും ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു എന്താ പറയുക സ്ഥലത്ത് പോയിട്ട് പതുക്കെ അങ്ങനെ അതിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പതുക്കെ സംസാരിച്ച് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ പറയുന്ന കാര്യത്തിനകത്ത് റഹീം എന്ന് പറയുന്ന വ്യക്തി പുള്ളി എന്താ പറയുക അതിൻ്റെ പോരായ്മ പരിഹരിച്ച് പുള്ളി അത് ക്ലിയർ ചെയ്ത് വീണ്ടും നല്ലൊരു രീതിയിലേക്ക് വരും. ഇപ്പം പൃഥ്വിരാജിനെ പോലെ അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാവർക്കും കഴിയണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ട്രോളുന്നതിനും പരിഹസിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഖാവ് റഹീമിൻ്റെ ഈ പ്രശ്നത്തിൽ ട്രോള് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും ഈ കമൻറ്റ് ഇടുന്നതിനകത്ത് എത്ര പേർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം? ഈ പറയുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് കമൻറ്റ് ഇടുന്നത് ഒരുമിക്ക ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല. എന്നാൽ പോലും ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്ന് പറഞ്ഞ പോലെ
അവർ എന്താ പറയുക, കിട്ടിയ അവസരം മുതലെടുക്കുകയാണ്. അതാണ് മലയാളിയുടെ കോമൺ ആയിട്ടുള്ളൊരു ഒരു ഗുണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മുറി ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ചിരിയും വരില്ല. അവർക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അവരത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ അവർ മറുപടി പറഞ്ഞ് നിങ്ങളെ അത് ധരിപ്പിക്കും. നിങ്ങൾക്ക് മറുപടി തരികയും ചെയ്യും, നിങ്ങളെ ആ കാര്യം മനസ്സിലാക്കി തരികയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ്. ഇവിടെ ഒരു ഇംഗ്ലീഷിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് തെറ്റിപ്പോയാൽ അപ്പം തന്നെ അവനെ കളിയാക്കി, അവനെ ട്രോള് കൊണ്ട് പൊതിയുകയും, അങ്ങനെ കുറേ എന്താ പറയുക, മലയാളിയുടെ ബേസിക് ആയിട്ടുള്ള ഗുണം അതാണ്. മലയാളി സത്യം പറഞ്ഞാൽ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. അത് മാറ്റങ്ങൾ ഇപ്പോൾ 2025 പോയിട്ട് 2026 വരുമ്പോഴും നമ്മുടെ മലയാളികളിൽ മാറാതെ കിടക്കുന്ന കുറേ ഗുണങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ നമ്മൾ സ്വയം അവലോകനം ചെയ്തിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പൂർണ്ണരല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും പുതിയൊരു വർഷം നേരുന്നു. നന്ദി.